കൗമാരക്കാരെ സംബന്ധിച്ച് ഫാഷനും സിനിമയും ഒരു മായിക ലോകമാണ്. സിനിമാ താരവും മോഡലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ മോഡലാകണമെന്ന് സ്വപ്നം കണ്ട് കൊച്ചിയിലെത്തിയ കാസർഗോഡ് സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനിയെക്കുറിച്ച് നമ്മുടെ യുവതലമുറ അറിയണം. മക്കളെ ഈ രംഗത്തേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ ഇതിലെ ചതിക്കുഴികൾ മനസ്സിലാക്കണം. മോഡലിംഗ് കമ്പനിയിലെ CEO ആണ് 17കാരിയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തത്. ഇതുപോലെ ഒട്ടേറെ പെൺകുട്ടികളുണ്ട് സിനിമയുടെയും മോഡലിംഗിൻ്റെയും മറവിൽ ചൂഷണം ചെയ്യപ്പെട്ടവർ. മോഡലിംഗിൻ്റെ പേരിൽ നടക്കുന്ന ലഹരി ഇടപാടുകളും അനാശാസ്യ പ്രവർത്തനങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മോഡലാകണമെന്ന് ആഗ്രഹിച്ച് കൊച്ചി എന്ന മഹാനഗരത്തിൽ എത്തിപ്പെട്ടതാണ് കാസർഗോഡ് സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനി. എന്നാൽ അവൾ നേരിട്ടത് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദുരനുഭവങ്ങളാണ്. കൊച്ചിയിലെ പ്രമുഖ മോഡലിംഗ് കമ്പനിയായ തജാസ് കമ്പനിയിൽ വെച്ച് പലതവണയാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയായത്. തജാസിന്റെ CEO ബിലാലിൽ നിന്ന് ദുരനുഭവം നേരിട്ടതായി പെൺകുട്ടി വെളിപ്പെടുത്തി. ഫോട്ടോഷൂട്ടിന്റെ പേരിൽ ശരീരത്തെ മോശമായി പലതവണ സ്പർശിച്ചു. എതിർക്കാൻ ശ്രമിച്ചെങ്കിലും കീഴ്പ്പെടുത്തി. അശ്ലീല ഫോട്ടോകളും ഇതിന്റെ മറവിൽ പകർത്തിയെന്നും പെൺകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. തജാസ് മോഡലിംഗ് കമ്പനിയിലെ ഒരു മോഡലായിരുന്നു ഞാൻ. അപ്പോൾ തജാസിൻ്റെ CEO ബിലാൽ, അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് ഷഹീൻ ഷാ എന്നാണ്. ഫോട്ടോഷൂട്ട് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് എന്നെ യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഞാനൊരു മൈനറാണ്. അപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേഹത്ത് തൊടുകയും അശ്ലീലമായി ഫോട്ടോ എടുക്കുകയും അതിനൊക്കെ ശ്രമിക്കുകയാണ് ബിലാൽ ചെയ്യുന്നത്. കൊച്ചിയിലെ പ്രമുഖ മോഡലിംഗ് സ്ഥാപനമായ തജാസിന്റെ CEO ബിലാലിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാസർഗോഡ് സ്വദേശിനിയായ പെൺകുട്ടി. താൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. തനിക്ക് മോഡലിംഗിനോടും സിനിമയോടും വലിയ ആഗ്രഹമുണ്ട്. ഇതുകൊണ്ടാണ് താൻ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയത്. അതിനിടയിലാണ് ബിലാലിനെ പരിചയപ്പെടുകയും ഫോട്ടോഷൂട്ടിനായി ബിലാൽ തന്റെ മോഡലിംഗ് സെന്ററിലേക്ക് വിളിക്കുകയും ചെയ്തു. ഈ സമയത്താണ് തനിക്ക് ബിലാലിൽ നിന്നും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റമുണ്ടായത്. ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും പെൺകുട്ടി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഒരുപാട് വേറെ പെൺകുട്ടികൾക്ക് ഇതേ അനുഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ മോഡലിംഗ് കമ്പനി എന്നൊരു പേരിൽ അതിൻ്റെ മറവിൽ നിന്ന് കുറേ ഗേൾസിനെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ബിലാലിൻ്റെ എപ്പോഴുള്ള പണി. പലപ്പോഴും അനുവാദമില്ലാതെ തന്റെ ശരീരത്തിൽ സ്പർശിക്കുകയും താൻ വസ്ത്രം മാറാൻ നേരം അവിടെ അയാൾ നിൽക്കുകയും ചെയ്തു എന്നൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് പെൺകുട്ടി ബിലാലിനെതിരെ ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപ് പലപ്പോഴായി നമുക്കറിയാം ഈയിടയിൽ ലഹരി മരുന്നുമായി പിടികൂടിയ പ്രമുഖ ഒരു മോഡലായ അൽക്ക ബോണി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ മോഡലിംഗ് രംഗത്തെ ചതിക്കുഴികളും അല്ലെങ്കിൽ പെൺകുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ഒരു അനുഭവം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ പലപ്പോഴും തനിക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായിട്ടും തനിക്ക് ഇത് പുറത്തു പറയാൻ പേടിയാണ്. കാരണം തന്റെ മാതാപിതാക്കൾക്ക് ഈ മോഡലിംഗ് രംഗത്തേക്ക് താൻ വരുന്നത് വളരെയേറെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ തന്റെ ആഗ്രഹം, തന്റെ സ്വപ്നം കൊണ്ടാണ് താൻ മോഡലിംഗ് രംഗത്തേക്ക് വന്നത്. പിന്നീട് തന്നെ സിനിമയിലേക്ക് അഭിനയിക്കണമെന്നാണ് തന്റെ ആഗ്രഹം. ഈ കാര്യം, അതായത് തനിക്ക് ലൈംഗികമായിട്ടുള്ള ചൂഷണം ഇയാളിൽ നിന്ന് നേരിട്ടുവെന്ന് കുടുംബത്തോട് അറിയിച്ചാൽ കുടുംബം തന്റെ മോഡലിംഗ് എന്ന സ്വപ്നത്തെ തകർക്കും, അല്ലെങ്കിൽ മോഡലിംഗ് എന്ന രംഗത്തേക്ക് തന്നെ ഇനി വിടില്ല എന്നുള്ള പേടി കൊണ്ടാണ് താൻ കുടുംബത്തോടോ അല്ലെങ്കിൽ പോലീസിനോടോ പരാതിപ്പെടാത്തതെന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, താൻ മാത്രമല്ല തന്നെ പോലെ ഇതുപോലെ ദുരനുഭവമുള്ള നിരവധി പെൺകുട്ടികളുണ്ട്. അതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും പ്രായപൂർത്തിയായ പെൺകുട്ടികളുമുണ്ട്. ഇങ്ങനെ ബിലാൽ നിരന്തരം പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ബിലാലിനെതിരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് എത്തിയാൽ അല്ലെങ്കിൽ പോലീസിനെ പരാതി നൽകിയാൽ പോലീസ് കേസുമായി മുന്നോട്ട് പോകാനാണ്
സാധ്യതയുള്ളത്. ഇതിനു മുൻപ് അൽക്കാബോണിയുടെ കേസ് വന്ന സാഹചര്യത്തിൽ തന്നെ ഈ മോഡലിംഗ് രംഗം കേന്ദ്രീകരിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ലഹരി മരുന്നും അതോടൊപ്പം ഇത്തരത്തിൽ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ട ഈ ഒരു ദുരനുഭവത്തെക്കുറിച്ച് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ബിലാൽ എന്ന വ്യക്തിയെ പോലെ നിരവധി പേരാണ് പെൺകുട്ടികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത്. പലപ്പോഴും അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. കാരണം തന്റെ ആഗ്രഹങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കൊണ്ട് ഈ ഫീൽഡിൽ എത്തിയവരായിരിക്കും പലരും. കുടുംബത്തിന്റെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട് എത്തിയവരായിരിക്കും. വലിയ നിലയിലേക്കൊക്കെ മോഡൽ രംഗത്തേക്കോ അല്ലെങ്കിൽ സിനിമയിലേക്കോ എത്താമെന്നുള്ള സ്വപ്നം കണ്ട് വന്നവരായിരിക്കും. അവരെ ഈ കുടുംബത്തോടോ അല്ലെങ്കിൽ ആരോടും പരാതിപ്പെടില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ബിലാലിനെ പോലുള്ളവർ ഈ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിലേക്ക് വലിച്ചിടുന്നത്.